എല്ലാവർക്കും നമസ്കാരം. പരാശക്തി കണ്ടിരിക്കുകയാണ്. സുധാ കൊങ്കര സംവിധാനം, ശിവകാർത്തികേയൻ, ശ്രീലീല, രവി മോഹൻ, പിന്നെ അഥർവ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. നമ്മുടെ ജനനായകൻ 9-ാം തീയതി എങ്കിൽ ഇത് 10-ാം തീയതി എന്ന് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ജനനായകൻ ഇപ്പോൾ വലയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇത് മാത്രമായി ഇത്തവണത്തെ പൊങ്കൽ റിലീസ്. അപ്പോൾ പൊങ്കലിൽ ഒരേ ഒരു ചിത്രമേ തമിഴിൽ പ്രധാനമായിട്ടുള്ളൂ, അത് പരാശക്തിയാണ്. പരാശക്തി എന്നുള്ള പേര് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. കാരണം നമ്മുടെ ശിവാജി ഗണേശന്റെ ആദ്യത്തെ സിനിമയുടെ പേര് പരാശക്തി എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അപ്പോ അത് വളരെ സുപരിചിതമായ ഒരു പേരാണ് തമിഴ്നാട്ടുകാർക്ക്. സെയിം പേരാണ് സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഫോണ്ടും ഒരു പഴയ കാലത്തെ ഫോണ്ടാണ്. കഥ നടക്കുന്ന 1960-കളിലൊക്കെയാണ്. അപ്പോ അങ്ങനത്തെ ഒരു കഥയാണ് വരുന്നത്. സംഭവം തമിഴും ഹിന്ദിയും തമ്മിലുള്ള, തമിഴ്നാട്ടുകാരെ സ്വന്തം ഭാഷയായി തമിഴിനെ സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ആ കാലഘട്ടത്ത്. അതിന്റെ ഒരു പോരാട്ടത്തിന്റെ കഥയൊക്കെ പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു പഴയ കാലഘട്ടത്തെ കഥയാണ്. സംഭവം നല്ല പ്രതീക്ഷയായിരുന്നു. ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോ നല്ല ഒരു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സിനിമ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കണ്ടതാണ്. ട്രെയിലർ കിടിലമായിരുന്നു. ജനനായകൻ ട്രെയിലറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സൂപ്പർ ട്രെയിലർ ആയിരുന്നു. സുധാ കൊങ്കരയെ അത്ര വിശ്വാസമാണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ സൂര്യ പോർട്ടുവിന്റെ ഡയറക്ടറാണ്. ഓഡിയോ ലോഞ്ച് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ നല്ല പ്രതീക്ഷയായിരുന്നു. പിന്നെ പടം വരുമെന്ന് വിചാരിച്ചില്ല. 24 മണിക്കൂറിന് ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെയാണ് ഇതിന്റെ ബുക്കിംഗ് കിട്ടത്. എന്തോ ഭാഗ്യത്തിന് നല്ല സീറ്റ് നല്ല തിയേറ്ററിൽ കിട്ടി, കണ്ടു. അപ്പോൾ എന്റെ വൻ പ്രതീക്ഷയോട് ഞാൻ കണ്ടൊരു സിനിമയാണ് ഈ സിനിമ. അപ്പോ സിനിമ എന്നെ തൃപ്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കത് വളരെ വിഷമകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല സിനിമ ഇത്രത്തോളം താഴേക്ക് നിൽക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, സിനിമ തുടങ്ങി, സിനിമ ഇങ്ങനെ സ്റ്റാർട്ടായി. അതിന്റെ തുടക്കത്തിൽ രംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ എന്തോ ഒരു ഇംപെർഫെക്ഷൻ എവിടെയൊക്കെയോ ഫീൽ ചെയ്തു. എങ്കിലും ഞാൻ എന്റെ മനസ്സിൽ നല്ലത് എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടി ഞാനിത് കണ്ട് സിനിമ മുന്നോട്ട് പോയി. ഏതാണ്ട് ഇന്റർവെല്ലായി. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരുന്നു. എങ്കിലും എന്തോ ഈ സീനുകൾ തമ്മിലുള്ള ഒരു ഫ്ലോ ഇല്ലാത്ത പോലെ തോന്നി. എങ്കിലും ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി. ഏതാണ്ട് ഒരു കാൽഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ ഒറ്റ പോക്കാണ് താഴേക്ക്. പിന്നെ മൊത്തത്തിൽ സിനിമ അധപ്പതിച്ചു പോയി എന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ടോട്ടലി കൺഫ്യൂസ് ചെയ്തുകൊണ്ട് ഒരു സീനും മറ്റൊരു സീനും തമ്മിലുള്ള കണക്ഷൻ കിട്ടുന്നില്ല. എഡിറ്റിങ്ങിന്റെയും ഡയറക്ഷന്റെയും മാത്രം കുഴപ്പമാണ്, വേറൊന്നുമല്ല. തിരക്കഥ, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ഈ മൂന്നിനും പറ്റിയ മാരകമായ ഫോൾട്ട് സിനിമയുടെ മൊത്തത്തിലുള്ള നിലവാരത്തെ ഇല്ലാതാക്കി. ലാസ്റ്റൊക്കെ വെറും ഒരു തമാശ ലെവലിലോട്ടായി. നമ്മളെ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിനിമ പറയുന്നത്. പക്ഷെ അത് പറഞ്ഞ് തീരെ വളരെ വളരെ നാടകീയത. ഇതൊരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ക്ലാസിക് മൂഡിലൊക്കെ വരുന്ന സിനിമയാണെന്ന് തോന്നി. പക്ഷെ എനിക്ക് ഇതൊരു മാസ് ആക്ഷൻ ത്രില്ലർ ആക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. എന്ത് പറ്റിയെന്നറിയില്ല. ടോട്ടലി ഫസ്റ്റ് ഫോൾട്ട് വന്നത് സ്ക്രിപ്റ്റിലാണ്. കാരണം സീനുകൾ തമ്മിലുള്ള ഒരു ഫ്ലോ, അതിലെ പ്രണയരംഗങ്ങളൊക്കെ പിന്നെയും കൊള്ളാമെന്ന് തോന്നി. അതിലെ പാട്ടുകളും പ്രണയരംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാമെന്ന് തോന്നി. പക്ഷെ സിനിമ ആ ഒരു വലിയ ഡീൽ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനെ എടുത്തങ്ങ് നശിപ്പിച്ചതായിട്ടാണ് തോന്നി. പ്രത്യേകിച്ച് എനിക്ക് അവസാനത്തെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അസഹനീയം. ഒന്നും മനസ്സിലായില്ല, അതാണ് സത്യം. എന്താണ് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയോ ബഹളങ്ങൾ, വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു ലിങ്ക് കിട്ടാതെ അങ്ങ് ആയിപ്പോയി. കഥ പറയുന്ന രീതിയിൽ വലിയൊരു പാളിച്ച സംഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, തിരക്കഥ, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ഇത് മൂന്നും കൊണ്ട് രംഗങ്ങൾ തമ്മിലുള്ള കണക്ഷനോ അത് ആളുകൾക്ക് സാധാരണക്കാര രീതിയിൽ മനസ്സിലാക്കി തരാനോ പറ്റാതെയായി സിനിമ എടുത്ത ആളുകൾക്ക്. ഇനി അടുത്ത പ്രധാനപ്പെട്ട അഭിനേതാക്കളെ നോക്കാം. പ്രധാനം ശിവകാർത്തികേയനാണ്. ശിവകാർത്തികേയനെ നമ്മൾ അമരനിൽ മറ്റൊരു രൂപത്തിൽ കണ്ടു. ശിവകാർത്തികേയനെ തുടക്കത്തിലൊക്കെ ഒരു പ്രത്യേക പെർഫോമൻസിന്റെ ആളായിരുന്നു. പക്ഷെ ഇതിൽ ശിവകാർത്തികേയനിൽ നിന്നും അസാധാരണമായ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സാധാരണ ഒരു ശിവകാർത്തികേയനെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് ഹീറോയിസും ഒക്കെ കൂട്ടി കാണിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ കുറച്ച് ബോറായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ വരുമ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീലീല നമ്മുടെ തെലുങ്കിലെ ഡാൻസിന്റെ വേറെ ലെവൽ ഡാൻസറാണ്. ഡാൻസിന്റെ സ്ത്രീരൂപം എന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡാൻസർ ആയിരുന്നു ചോദിച്ചാൽ ശ്രീലീല തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്ന ഡാൻസിന്റെ ആളാണ്. ശ്രീലീലയുടെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. പുള്ളിക്കാരി ഇതിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ രസകരമായ ഒരു ക്യാരക്ടറാണ്. സീരിയസുമാണ്, രസകരവുമാണ്. പിന്നെ റൊമാൻറ്റിക് ആയാലും ഡാൻസ് ആയാലും എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ശ്രീലീല. പിന്നെ അഥർവ എനിക്ക് ആണുങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ശിവകാർത്തികേയനേക്കാൾ ബെറ്റർ അഥർവ മുരളി ആണെന്നാണ് തോന്നിയത്.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ കുറച്ചൊക്കെ ഉള്ളൂ എങ്കിലും എനിക്ക് നല്ല ഉള്ള സീൻസ് ഒക്കെ നല്ല പവർഫുൾ ആയിരുന്നു, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പിന്നെ വേറെപ്പെട്ട കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പിന്നെ പറയേണ്ടത് നമ്മുടെ ജയം രവി, ഇപ്പോൾ രവി മോഹൻ എന്നറിയപ്പെടുന്ന പഴയ നമ്മളെ ജയം രവിയുടെ തിരിച്ചുവരവാണ്. ഇതിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് ജയം രവി അല്ലെങ്കിൽ രവി മോഹൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഈ സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ് രവി മോഹനായിരുന്നു. എന്താ ഒരു തമാശ വില്ലനായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞാൽ ടെറർ ആക്കാൻ ശ്രമിച്ചു, ഒരു ഭൂലോക കോമഡി ആയി പോയി. മൊത്തത്തിൽ ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ്. ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ അഭിനയിച്ചു കുളമാക്കി. ക്യാരക്ടറും മോശമാണ്, ആ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയും മോശമാണ്. ഒരു പരാജയപ്പെട്ട ഒരു റോൾ. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒന്നിനും കൊള്ളാത്ത ഒരു അഭിനയവും ഒരു ക്യാരക്ടറും ആയിപ്പോയി രവി മോഹൻ്റെത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മ്യൂസിക് ബൈ GV പ്രകാശ് കുമാർ, എടുത്തു പറയാം 100ാമത്തെ ചിത്രമാണ്. 35 വയസ്സിൽ 100 ചിത്രങ്ങൾ മ്യൂസിക് ഡയറക്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. അതിന്റെ മുന്നിൽ മറ്റു ചില ആളുകളെയൊക്കെ നമ്മൾ തലയിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്റെ കണ്ണിൽ ഒരു ജീനിയസ് എന്ന് ഞാൻ എല്ലാ തരത്തിലും പറയുന്ന ഒരു കിടില മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് GV പ്രകാശ് കുമാർ. അത്യുഗ്രനായിട്ടുള്ള BGM-ഉം പാട്ടുകളുമാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. വളരെ നല്ല രീതിയിലാണ് പാട്ടുകൾ എടുത്തിരിക്കുന്നത്, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, റൊമാൻറ്റിക് സീനുകൾ, പാട്ടുകൾ ഇതെല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ മ്യൂസിക് സിനിമയുടെ നല്ലൊരു ഹൈലൈറ്റ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി ടോട്ടലി പറഞ്ഞാൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റ് പടമാണ്. നല്ല ഗ്രാൻഡായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് കിടിലമാണ്, കോസ്റ്റ്യൂംസ് കിടിലമാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ സിനിമ ഒരു ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ സിനിമ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഒരു തലത്തിലും പടം സ്ലോ ആവുന്നില്ല. ഒരൊറ്റ മൊമെന്റിൽ പോലും സിനിമ സ്ലോ ആയി മൂവ് ചെയ്യുന്നില്ല, നമ്മൾ ബോറടിപ്പിക്കില്ല, ഇഴയ്ക്കില്ല. അങ്ങനെയുള്ള പരിപാടിയുണ്ട്. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്, ഹൈ സ്പീഡാണ്. പക്ഷെ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു അവസ്ഥ. അപ്പൊ എന്റെ കണ്ണിൽ പടം മൊത്തത്തിൽ ഒരു എബോവ് ആവറേജ് ലെവലിലായിപ്പോയി. ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. എനിക്ക് വിഷമമുണ്ട്. ഇങ്ങനെയുള്ള സിനിമ നല്ലൊരു ചാൻസ് ആയിരുന്നു, നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു കിട്ടിയത്. അത് നല്ല ഫീൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ എന്തോ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ മൊത്തത്തിൽ പരാശക്തി എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല. എനിക്കതൊരു ബിലോ അല്ല, ഒരു ജസ്റ്റ് ഒരു എബോ ആവറേജ്, ഒരു ഗുഡ് എന്ന് പോലും ഞാൻ പറയില്ല, ഒരു ജസ്റ്റ് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമായി ചുരുങ്ങിപ്പോയി.